ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തൂരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, നാടൻ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിനായിട്ട് ഒരു 3 പിടിയോളം തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് കുതിർത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. കുഴഞ്ഞു പോകരുത്, വേവണം എന്നാൽ ഉടയുന്ന പരുവാവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പരിപ്പിന് നെകക്കെ വരത്തക്ക രീതിയിൽ, ഒരുപാട് മുകളിലോട്ട് വരരുത്. കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക. നല്ല വേവ് കുറവുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കേൾപ്പിക്കണം എന്നില്ല. വിസിൽ വരാറാകുമ്പോൾ ഓഫ് ചെയ്താലും മതി. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇപ്പോൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ, കുക്കറിൽ ചെയ്യണമെന്നില്ല, ഒന്ന് അടച്ച് വെച്ച് വെള്ളം വറ്റിച്ച് വേവിച്ചെടുത്താലും മതി കേട്ടോ. ഉടയുന്ന പരുവാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേവണം എന്ന ഉടയരുത്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മാത്രം ചെറുതായിട്ട് ഇങ്ങനെ പതുങ്ങണം. ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അധികം വേവ് കുറവുള്ള പരിപ്പാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിസിൽ കേൾപ്പിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊറ്റി മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. നാടൻ റെസിപ്പീസൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ ചേരുമ്പോഴാണ് നാടൻ ഒരു രുചി കിട്ടുക. അപ്പോൾ എന്താ കടുകിട്ടു, കടുകൊന്ന് പൊട്ടി വരണം. ഈ സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി, കുറച്ച് വലുതാണെങ്കിൽ 5 എണ്ണം, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 6-7 എണ്ണമൊക്കെ ആയിക്കോളൂ. അത് നമ്മൾ നല്ല കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു 10 ചെറിയുള്ളിയോടെ മീഡിയം ടൈപ്പ് കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്, കാരണം ഈ ഒരു റെസിപ്പിയിൽ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള എടുക്കാം, പക്ഷേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ സവോളയിൽ ചെയ്തിട്ടില്ല കേട്ടോ. സവോളയിൽ ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല, പിന്നെ എല്ലാവർക്കും ചെറിയുള്ളി കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ പരിപ്പിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളിയിൽ അധികം ഉപ്പിടേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന പരുവം. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുന്ന പരുവമാവണം, എന്നാൽ അങ്ങ് വഴണ്ട് പോകാനും പാടില്ല. പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെക്കണം കേട്ടോ. പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പൊട്ട് മുളക് പൊടി, ഒരുപാട് ചേർക്കേണ്ട, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്, ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ക്രഷ്ഡ് ചില്ലി, നമ്മുടെ ചതച്ച വറ്റൽമുളകാണ്. ഇതിപ്പം വീട്ടിൽ തന്നെ ചതച്ചെടുത്തതാണ് കേട്ടോ. പാക്കറ്റായിട്ട് വാങ്ങാനാണെങ്കിൽ അങ്ങനെയും കിട്ടും. ജസ്റ്റ് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഒരു ഇത്തിരി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം. ഇപ്പോൾ ഇത്രയും എരിവ് വേണ്ട എന്നുള്ളവർക്ക് അളവ് കുറയ്ക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയുടെ ടേസ്റ്റ് അല്ല മുന്നിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് അതൊരു പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് ആ വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റാം. ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും തന്നെ വേവണം എന്നില്ല, ഇതിൽ കുറച്ച് വേവായാലും കുഴപ്പമൊന്നുമില്ല. കാരണം കുഴഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ തവയൊക്കെ ആകുമ്പോൾ ഇത് കുഴയാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം ഡ്രൈ ആക്കി എടുക്കണം. തവി കൊണ്ടിട്ട് ഉടച്ചുടച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമുക്കൊന്ന് ആക്കിയെടുക്കാം. കുറച്ച് സമയം എടുത്ത് തന്നെ ഡ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യരുത്. കുറച്ച് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് അങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ.
ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റിയിട്ടുണ്ട്, ഒന്ന് സെപ്പറേറ്റായി തുടങ്ങുന്ന പരുവമായിട്ടുണ്ട്. ഇട്ട് കുത്തി ഉടയ്ക്കാതിരുന്നാൽ മതി. ചെറുതായിട്ട് ഇതുപോലെ ചെറിയൊരു തവി എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഉടച്ചുടച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു മോര് കറിയോ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കൂട്ടും കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിനൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. വെളിച്ചെണ്ണയിലും ആ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറുമാണ്. അപ്പോൾ എന്താ കുറച്ചൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഓൾറെഡി പരിപ്പ് ഉപ്പിട്ടാണ് വേവിച്ചത്. ചെറിയ ഉള്ളിയിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചിലർ ഇതിനകത്തേക്ക് ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സ്വല്പം നാരങ്ങ നീരോടി ചേർത്ത് കൊടുക്കും കേട്ടോ, ചെറിയൊരു പുളി കൂടി കിട്ടാൻ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഒരു പൊട്ടേ ചേർക്കാവൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പുളി കൂടി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ നീര് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും നല്ലൊരു സ്വാദാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്താ കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ പരിപ്പ് കുത്തി കാച്ചിയതൊക്കെ ചെയ്യാറുണ്ടല്ലോ, അത് കുറച്ചിങ്ങനെ ഗ്രേവി പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അതാ ഇപ്പോൾ നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ആദ്യം തന്നെ പരിപ്പ് ഒരുപാട് കുഴയരുത്. കുഴഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ചിക്കി എടുത്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പരിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ഇത് എല്ലാ വീട്ടിലും സാമ്പാർ പരിപ്പ് തോരപ്പരിപ്പ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സാമ്പാർ പരിപ്പ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തറോ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും സാമ്പാർ പരിപ്പ് റെസിപ്പീസ് അല്ലെങ്കിൽ തോരപ്പരിപ്പ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടിരിക്കുന്ന സാമ്പാർ പരിപ്പ് കൊണ്ടിട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.